പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. കർത്താവിൻ്റെ വിലപ്രദാസൻ പ്രിയ സജി പാസ്റ്റർ, പ്രിയ ജോൺസൺ പാസ്റ്റർ, ആമേൻ, സ്തോത്രം. പ്രിയ വാവ് പാസ്റ്റർ, ദൈവമക്കളെല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. നിങ്ങളുടെ നടുവിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് ശുശ്രൂഷയ്ക്ക് നൽകിയ നല്ല വിലപ്പെട്ട അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്ന നിങ്ങളെ കർത്താവ് നിശ്ചയമായും സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഉപവാസവും പ്രാർത്ഥനയും സംബന്ധിച്ച് ജയം നേടിയ ഒരു ചരിത്രമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 26-ാം വാക്യം നമുക്ക് കുറിവാക്യമായിട്ട് വായിക്കാം. ഇനി അതിൻ്റെ 28-ാം വാക്യത്തിൻ്റെ അവസാനം, നാളെ ഞാൻ അവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് യഹോവ അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടായിരിക്കണം. ഒരല്പം കണക്കിതിനകത്തുണ്ട്. സ്തോത്രം. ക്ഷമയോടിരുന്നാലേ ഇതിലെ ദൂതകൾ നമുക്ക് ആഴത്തിൽ ഗ്രഹിക്കാൻ കഴിയൂ. ആമേൻ. ഇതുവരെ നമ്മെ സഹായിച്ച ദൈവം ഇനിയും നമ്മെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ഉപവാസവും പ്രാർത്ഥനയും നടത്തി യുദ്ധത്തിൽ വിജയം വരിച്ച ചിത്രമാണ് ഈ വേദഭാഗം. ആമേൻ. കാലം ന്യായാധിപന്മാരുടെ കാലമാണ്. ന്യായാധിപന്മാരുടെ കാലം എന്ന് പറഞ്ഞാൽ വീണു എഴുന്നേറ്റും ഇസ്രായേൽ പോകുന്ന കാലമാണ്. കുറച്ചു കാലം അവർ നല്ലവരായിട്ട് ജീവിക്കും. ദൈവത്തിൻ്റെ കരം അവർക്ക് അനുകൂലമാകും. പിന്നെയും അവർ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. ദൈവം അവരെ ശിക്ഷിക്കും. വീണ്ടും ചില രക്ഷകന്മാരെ, ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. അങ്ങനെയുള്ള കാലമാണ്. വേറൊരു പലതിനകത്തുള്ളത്, ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തനും താന് ബോധിച്ചതുപോലെ നടന്നു എന്നൊരു പദം, ആ വാചകം പല തവണ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹലോ, ആമേൻ. അപ്പം ഞാനതിൻ്റെ പശ്ചാത്തലമായി അവിടെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം. അപ്പം ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഇത് ബൗളിംഗ് ആയിട്ടുണ്ടോ? ബാസ് പോലെ ക്ലിയറാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയറാണോ? സ്തോത്രം. പിന്നെ ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു സ്ത്രീ വിഷയമാണ്. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഏത് പുരുഷൻ്റെ വിജയത്തിൻ്റെ പിന്നിലും ഒരു സ്ത്രീയുടെ കരമുണ്ട്, ഒരു ആളിൻ്റെ പരാജയത്തിൻ്റെ പിന്നിലും ഒരു സ്ത്രീയുടെ കരമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ യുദ്ധത്തിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ വിഷയമാണ്. ഹല്ലേലൂയ. ഞാനത് പറഞ്ഞു പോകാം. നമ്മളെല്ലാത്തിനും വാക്യങ്ങളെടുത്ത് വായിക്കേണ്ട. വേറൊരു വേദഭാഗത്തേക്ക് നമ്മൾ പോകത്തില്ല. ഈ അധ്യായം തന്നെയാണ്. സ്തോത്രം. എഫ്രൈം മലനാട്ടിൽ നിന്ന് ഒരു ലേവ്യൻ തൻ്റെ വെപ്പാട്ടിയുമായി ബെന്യാമീനിലെ ഗിബയ എന്ന് പറയുന്ന സ്ഥലത്തുകൂടി യാത്ര ചെയ്തപ്പോൾ ബെന്യാമീൻകാരായ ചില ആളുകൾ ആ സ്ത്രീയെ ബലാത്കാരം ചെയ്ത് കൊന്നുകളഞ്ഞു. സ്തോത്രം. ഉടനെ ഈ ഭർത്താവ് അവരുടെ മൃതശരീരം കഷണമാക്കി ഇസ്രായേലിൽ 11 ഗോത്രങ്ങളിലേക്കും കൊടുത്തുവിട്ടു. ഇപ്പോൾ ബെന്യാമീൻ ഒഴികെയുള്ള എല്ലാ ഗോത്രങ്ങളും. സാധാരണ ചിത്രം യഹൂദയും ബെന്യാമീനും ഒന്നിച്ചും ബാക്കി 10 ഗോത്രം ഒന്നിച്ചുമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ബെന്യാമീൻ ഒറ്റപ്പെട്ടു, ബാക്കി 11 ഗോത്രങ്ങളും ഒരുമിച്ചു. ആ 11 ഗോത്രങ്ങളിലും ഈ മൃതശരീരത്തിൻ്റെ ഭാഗം ലഭിച്ചപ്പോൾ അവരെല്ലാം ഒത്തുകൂടി ഈ വിഷയം, അതിൻ്റെ ഗൗരവം എന്താണെന്ന് അന്വേഷിച്ച് അവരെല്ലാവരും ചേർന്ന് ബെന്യാമീന് നേരെ യുദ്ധത്തിന് വരുന്ന സംഭവമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ വേദഭാഗം നോക്കുകയാണ്. 20-ാം അധ്യായം, സ്തോത്രം, 11-ാം വാക്യം. അങ്ങനെ ഇസ്രായേലിലൊക്കെയും ആ പട്ടണത്തിന് വിരോധമായി ഏക മനസ്സോടെ യോജിച്ചു. ആമേൻ. ഇനി നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ 15-ാം വാക്യം. അന്ന് ഗിബയ നിവാസികളിൽ എണ്ണിത്തിരിച്ച 700 വിരുദ്ധന്മാരെ കൂടാതെ പട്ടണങ്ങളിൽ നിന്ന് വന്ന ബെന്യാമീന്യർ 26,000 ആയുധപാണികളുണ്ടെന്ന് എണ്ണം കണ്ടു. അപ്പോൾ ആ കണക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ.
ബെന്യാമീന്യര് 26,700 പേരാണ്. 700 പേര് ബിരുദന്മാരാണ്. മനസ്സിലാവുന്നുണ്ടോ? ബാക്കിയുള്ളവർ 26,000, 26,000. ഹലോ, വാസപ്രാർത്ഥനയില്ലേ ദൂതൊക്കെ വെളിപ്പെടുമെന്നാണ് സംശയം. ഇതിലൂടെ ദൂത് വെളിപ്പെടും, പ്രാർത്ഥിച്ചാൽ മതി. 26,700 പേരാണ്. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിശേഷണം ഇവിടെ നിങ്ങൾ നോക്കണം. ആമേൻ. അവരെല്ലാവരും ഒരു രോമത്തിന് പോലും ഏറ് പിഴയ്ക്കാത്ത കവിണക്കാരായിരുന്നു. Everyone could sling stones at an hairbreadth and not miss. അവർ എല്ലാവരും ഒരു രോമത്തിന് ഏറ് പിഴയ്ക്കാത്ത കവിണക്കാരായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉന്നമുള്ളവരാ. ശ്രദ്ധിക്കണേ, ഈ ഉന്നമുള്ളത് കൊണ്ട് ആരെയും പേടിയില്ല. പേടിയില്ലാത്തതുകൊണ്ട് ബലാത്കാരം ചെയ്തു കൊന്നു കളഞ്ഞു. ഉന്നമുണ്ടെങ്കിലും നമ്മൾ പേടിച്ചേ പറ്റൂ. ഹലോ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. പ്രാർത്ഥനയോടിരുന്നാട്ട്. ആമേൻ. ആയിരുന്നു. 17 വാക്യം, ബെന്യാമീന്യർ ഒഴികെയുള്ള ഇസ്രായേലരോ 4 ലക്ഷം ആയുധപാണികൾ. 4 lakhs. ഇസ്രായേലിയർ എത്രയാണ്? 4 ലക്ഷം ആളുകൾ. ആമേൻ. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് ഇതൊരു ന്യൂനപക്ഷവും ഭൂരിപക്ഷവും തമ്മിലുള്ള യുദ്ധമാണ്. ആമേൻ. 26,700-ഉം 4 ലക്ഷവും തമ്മിലുള്ള യുദ്ധമാണ്. ഹലോ, നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണേ. പ്രൈസ് ദി ലോർഡ്. വേറെ ഭാഷയിൽ ഞാൻ പറയാം, ബലവാനും ബലഹീനനും തമ്മിലുള്ള യുദ്ധമാണ്. ഉപവാസ പ്രാർത്ഥന ഒരു യുദ്ധമാണ്. പഴയ നിയമത്തിൽ യുദ്ധമെന്നും പുതിയ നിയമത്തിൽ പോരാട്ടം എന്ന പദവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എഫേസ്യർ 6:10 സ്പിരിച്വൽ വാർഫെയർ, ആത്മയുദ്ധം അല്ലേ? പഴയ നിയമത്തിലെ യുദ്ധം അക്ഷരികമായ ആയുധങ്ങൾ ഉപയോഗിച്ച് അക്ഷരികമായ രാജാക്കന്മാരോടും ജനതയോടും യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് ജയമെടുക്കുന്ന ജയമാണ് പഴയ നിയമത്തിലെ യുദ്ധം. പുതിയ നിയമത്തിലെ യുദ്ധം ആത്മീയ ആയുധങ്ങൾ ഉപയോഗിച്ച് ആത്മമണ്ഡലത്തിൽ ആത്മശക്തിയാൽ അന്ധകാര ശക്തികളോട് യുദ്ധം ചെയ്ത് ജയമെടുക്കുന്ന പ്രാർത്ഥനയാണ്, പോരാട്ടമാണ്, യുദ്ധമാണ് പുതിയ നിയമത്തിലെ യുദ്ധം. ആമേൻ. അപ്പൊ 2 ശക്തികൾ തമ്മിലുള്ള യുദ്ധമാണ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഒരു ശക്തി, ഒരു ജാതി ഇവിടെ പ്രബലപ്പെട്ട അവരുടെ ആധിപത്യം നടപ്പിലാക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ റൂട്ട് വെട്ടാൻ അഭിഷേകമുള്ള ദൈവമക്കളെ തമ്പുരാൻ ഇവിടെ ആക്കി വച്ചിരിക്കുക. ആമേൻ. അപ്പോൾ അത് ഉറങ്ങിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഉണർന്നിരുന്ന് ആത്മാവിൽ ആത്മയുദ്ധം ചെയ്തെങ്കിൽ ആ ശക്തിയെ നമുക്ക് തകർക്കാൻ കഴിയുള്ളൂ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി അടുത്തത് നമ്മൾ വായിക്കുന്നത് 18-ാം വാക്യത്തിൽ, ഇവര് അരുളപ്പാട് ചോദിച്ചു. അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് ബഥേലിലേക്ക് ചെന്ന് ബെന്യാമീന്യരോട് പടവെട്ടുവാൻ ഞങ്ങളിൽ ആര് മുമ്പനായി ചെല്ലേണ്ടു? ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചു. യഹൂദ മുമ്പനായി ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ യുദ്ധത്തിൽ ദൈവാലോചനയുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവിക നടത്തിപ്പുണ്ട്, നിയോഗമുണ്ട്. ഹലോ, ശ്രദ്ധയോടിരുന്നാട്ട്. ആമേൻ. അപ്പോൾ ദൈവം അനുകൂലമാണ്. അപ്പോ ശ്രദ്ധിക്കണം, ന്യായം അനുഭവിച്ചവനും ന്യായം ഉള്ളവനും അന്യായം അനുഭവിച്ചവനും അന്യായം ചെയ്തവനും തമ്മിലുള്ള യുദ്ധമാണിത്. നിങ്ങൾ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടി നാട്. ഈ യുദ്ധം അന്യായം അനുഭവിച്ചവനും അന്യായം ചെയ്തവനും തമ്മിലുള്ള യുദ്ധമാണ്. ആമേൻ. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും തമ്മിലുള്ള യുദ്ധമാണ്. ദൈവത്തിൻ്റെ ആലോചനയുള്ള യുദ്ധമാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടുള്ള യുദ്ധമാണ്. പക്ഷെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 21-ാം വാക്യം, ബെന്യാമീന്യരോ ഗിബയിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേലിൽ 22,000 പേരെ അന്ന് സംഹരിച്ചു വീഴിച്ചു. 22,000. ആരാണ് വീണത്?
ഇസ്രായേല്യർ. ആരാണ് വീണത്? അന്യായം അനുഭവിച്ചവർ. ആരാണ് വീണത്? ഭൂരിപക്ഷമുള്ളവർ. ആരാണ് വീണത്? അരുളപ്പാടുള്ളവർ, ദൈവമുള്ളവർ. ആമേൻ. പലപ്പോഴും നമ്മുടെ ചോദ്യം ഇതാണ്: ദൈവം ആലോചന പറഞ്ഞിട്ട് പോയതാ, പക്ഷേ ഇവിടെ കിടന്ന് വെള്ളം കുടിക്കുക. ദൈവം ആലോചന പറഞ്ഞിട്ട് പണി തുടങ്ങിയതാ, പക്ഷെ പണി നീങ്ങുന്നില്ല. ദൈവം ആലോചന പറഞ്ഞിട്ട് പഠിക്കാൻ വിട്ടതാ, പക്ഷേ പല വിഷയത്തിലും തോറ്റു. ദൈവം ആലോചന പറഞ്ഞിട്ട് സഭ തുടങ്ങിയതാ, പക്ഷേ അതിന് വേണ്ടതുപോലൊരു നീക്കമില്ല. ഒരു കാര്യം ഞാൻ പറയാം: ഭൂരിപക്ഷം ഉണ്ടായാലും, ആമേൻ, ന്യായമുണ്ടായാലും, ദൈവത്തിൻ്റെ ആലോചന ഉണ്ടായാലും ചില തോൽവികൾ ദൈവം അനുവദിക്കുന്നതുണ്ട്. ഹലോ, തോക്കാൻ ഇഷ്ടമുള്ള ഒരാൾ പോലും ഇല്ല ഭൂമിയിൽ. ആമേൻ. ജയിക്കാനായി പിറന്നവൻ എന്നൊക്കെയുള്ള വാചകങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ജയിക്കാനായി പിറന്നവൻ. ആമേൻ. പക്ഷേ ദൈവം അങ്ങനെ ദൈവമക്കളെ വിടത്തില്ല. അവരെ തോൽവിയും കൂടെ പഠിപ്പിച്ചേ വിടും. ജയത്തിൽ പഠിക്കുന്ന പാഠത്തേക്കാൾ കൂടുതൽ തോൽവിയിൽ പഠിക്കുന്ന പാഠങ്ങളാണ് ഒരിക്കലും മറക്കാത്തത്. ആമേൻ. IELTS തോറ്റു, OET തോറ്റു, ഡ്രൈവിങ്ങിന് പോയിട്ട് തോറ്റു, IAS എഴുതാൻ പോയിട്ട് സിവിൽ സർവീസിന് പോയിട്ട് തോറ്റു, BSc നഴ്സിങ്ങിന് തോറ്റു, മെഡിസിന് തോറ്റു. ഹലോ, കുടുംബജീവിതം തോറ്റു, ബിസിനസ് തോറ്റു, ശുശ്രൂഷ തോറ്റു. എല്ലാ മണ്ഡലങ്ങളിലും തോൽവിയാ പാസ്റ്ററേ, ഞാൻ ഇനി രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല എന്നൊരു ആമേൻ ചരിത്രം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അവസാനമല്ല, അതിനപ്പുറത്ത് ദൈവത്തിന് ചിലത് പ്രവർത്തിക്കാനുണ്ട്. എല്ലാവരും ആദരം സഹോദരം പറഞ്ഞോണം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ച ഹാബേലിനെ കയീൻ കൊന്നു. തോറ്റതാരാ? ദൈവം തോറ്റു. തോറ്റതാരാണ്? ഹാബേൽ തോറ്റു. സ്തേഫാനോസിനെ ആമേൻ യഹൂദന്മാർ കൊന്നു. തോറ്റതാരാ? ദൈവം തോറ്റു. ശ്രദ്ധിക്കണേ, സ്തേഫാനോസ് ആർക്ക് വേണ്ടി നിന്നതാ? ദൈവത്തിന് വേണ്ടി നിന്നതാ. പ്രസംഗം എത്ര എണ്ണം പ്രസംഗിച്ചു? ഒറ്റ പ്രസംഗം, കന്നിപ്രസംഗം. ഹലോ, ഞാൻ ചോദിക്കുന്നു, സ്തേഫാനോസിനെ ദൈവം അനുവദിച്ചതാണ്. ഹാബേലിനെ ദൈവം ആദ്യം അനുവദിച്ചതാണ്. എന്നാൽ എല്ലാ ഹാബേലുമാരെയും തോൽപ്പിക്കാൻ, എല്ലാ സ്തേഫാനോസുമാരെയും തകർക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനപ്പുറത്തൊരു ശേത്തിനെ എഴുന്നേൽപ്പിച്ച് ആരാധിപ്പിക്കാൻ, അതിനപ്പുറം ഒരു പൗലോസിനെ എഴുന്നേൽപ്പിച്ച് അവനെ ശുശ്രൂഷ ചെയ്യിക്കാൻ ഇന്ന് പകൽ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ചില പരാജയങ്ങൾ കണ്ട്, ചില താഴ്ചകൾ കണ്ട്, ചില പോരായ്മകൾ കണ്ട് നീ ഭാരപ്പെടരുത്. ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാനുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തോറ്റു. അടുത്ത നമ്മൾ വായിക്കുന്നത് അവിടെ ഇസ്രായേൽ മക്കൾ യഹോവയുടെ സന്നിധിയിൽ, വേഴ്സ് 22, യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞു. യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞു. പ്രാർത്ഥിക്കാൻ ആളുണ്ട്, പക്ഷെ കരയാൻ ആളില്ല. ഉപവസിക്കാൻ ആളുണ്ട്, കരയാൻ ആളില്ല. ഇനി ഇവിടുന്ന് ആരും എഴുന്നേറ്റ് പോകരുത് കേട്ടല്ലോ. സ്തോത്രം. കരയാൻ ആളില്ല. കൈയടിക്കാൻ ആളുണ്ട്, കരയാൻ ആളില്ല. അന്യഭാഷ പറയാൻ ആളുണ്ട്, കരയാൻ ആളില്ല. സ്വത്രാഴ്ച കൊടുക്കാൻ ആളുണ്ട്, കരയാൻ ആളില്ല. എൻ്റെ ചോദ്യം, നിങ്ങൾ അവസാനമായി കരഞ്ഞത് എന്നാ ദൈവസന്നിധിയിൽ? ഹലോ, നാരങ്ങ പിഴിഞ്ഞാൽ നീര് വരും. ആമേൻ. മുന്തിരിങ്ങ പിഴിഞ്ഞാൽ നീര് വരും. തേങ്ങ തിരുമ്മി പിഴിഞ്ഞാൽ നീര് വരും. ദൈവ പൈതലിനെ ഉടയ്ക്കുമ്പോൾ, വിഷയങ്ങളിട്ട് ഉടയ്ക്കുമ്പോൾ കണ്ണുനീരിൽ നിന്ന് കണ്ണുനീര് വെളിപ്പെട്ട് വരണം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയണം.
ആലയത്തിനകത്ത മത്സര പ്രാർത്ഥനയേക്കാൾ, വചന പാടവത്തോടെയുള്ള പ്രാർത്ഥനയേക്കാൾ, തിരുവെഴുത്തുദ്ധരിച്ചുള്ള പ്രാർത്ഥനയേക്കാൾ, ഹലോ, മണിക്കൂറുകൾ മുറിയടച്ച് മുഴങ്കാലുമടക്കി കണ്ണുനീരിൽ നിന്ന് കണ്ണുനീരൊഴുക്കി രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കാൻ പുസ്തകം ആവശ്യപ്പെടുന്നു. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുകയല്ല. പ്രാർത്ഥന നല്ലതാണ്, ആത്മാർത്ഥതയോടാണ്, എഫക്റ്റാണ്. പക്ഷെ അതിനപ്പുറത്ത് വീടിനകത്തിരുന്ന് മുഴങ്കാലുമടക്കി കണ്ണുനീരോടെ ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ വിടുതലിന് വേണ്ടി, തലമുറകളുടെ തകർച്ചയിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? കരയുന്നവർ എത്ര പേരുണ്ട്? നിങ്ങൾക്ക് കരയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാണ്. നമ്മുടെ ഹൃദയം കഠിനമാണ്. ഞാൻ നിങ്ങളെ പ്രതിസ്ഥാനത്ത് പറയല്ല, ഞാനിവിടെ നിന്ന് പറയുന്നു, നമ്മുടെ ഹൃദയം കഠിനമാണ്. ആമേൻ. അപ്പോൾ ഈ ദിവസങ്ങളിൽ കരയാൻ നാം തയ്യാറാകണം. നമ്മളെ കരയാൻ വേണ്ടി ദൈവം നമ്മുടെ മുമ്പിൽ ഒരു വിഷയം ഇടുന്നത് വരെ കരയാതിരിക്കരുത്. ഒരു വിഷയമില്ലെങ്കിലും ആത്മാവിൽ കരയണം. ആമേൻ. പുസ്തകത്തിലെ തെളിവെന്താ? കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടുകയും. മോശ ചെങ്കടലിന് തീരത്ത് നിലവിളിക്കുകയാ. അധികാരത്തിന്റെ വടി അവന്റെ കയ്യിലുണ്ട്. വടി പാമ്പായിട്ടുണ്ട്. പാമ്പാമീൻ സർപ്പത്തെ വിഴുങ്ങിയിട്ടുണ്ട്. വെള്ളം രക്തമായിട്ടുണ്ട്. നായീച്ചയും തവളയും പേനും ഉണ്ടായിട്ടുണ്ട്. ഫറവോന്റെ നാട്ടിൽ അവൻ പലതും കണ്ടതാ. പക്ഷെ ചെങ്കടലിന്റെ തീരത്ത് വന്നപ്പോൾ നിലവിളിക്കുകയാണ്. അതിനു മുമ്പ് അവൻ നിലവിളിച്ചതായി ചരിത്രമില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഒത്തിരി അത്ഭുതം ചെയ്തയാളാണെങ്കിൽ പോലും ഇന്ന് പകൽ ചില വിടുതലിന് വേണ്ടി കരഞ്ഞേ മതിയാകും. ആമേൻ. യാക്കോബ് ഗോത്രപിതാവാ, അങ്ങനെയാണല്ലോ പുള്ളിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. പുള്ളി യബോക്ക് കടവിന്റെ തീരത്ത് വന്ന് ഒരു രാത്രി മുഴുവൻ കരഞ്ഞു. കാര്യം ലാബാന്റെ വീട്ടിൽ വെച്ച് കരയാൻ നേരമില്ല. 13 പിള്ളേര്, 2 ഭാര്യമാര്, പിന്നെ വെപ്പാട്ടിമാര്, പിന്നെ വരയുള്ള ആട്, പിന്നെ പുള്ളിയുള്ള ആട്. ഹലോ, ഇതെല്ലാം കൂടെ, പിന്നെ ലാബാന്, പിന്നെ അളിയന്, സ്വത്രം അളിയന്മാര്, ഇതെല്ലാം കൂടെ വന്നപ്പോൾ കരയാൻ നേരമില്ല. ഒരു ഓളത്തിനങ്ങ് പോയി, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ. ശ്രദ്ധിക്കണേ, നമ്മൾ വചനം ധ്യാനിക്കുകയാണ്. ദൈവാത്മാവ് തരുന്ന പ്രകാശനത്തിനനുസരിച്ച് ആമേൻ വചനം വെളിപ്പെടും, വിവേചിക്കും. ഒരു ഓളത്തിന് പോകുന്ന ഒത്തിരി പേരുണ്ട്. യേശുവിൻ്റെ അമ്മയും ഒരു ഓളത്തിനാണ് പെരുന്നാളിന് പോയേ. യോസേപ്പിൻ്റെ കൂടെ പോയതാ. സോദരം 3-ാം ദിവസം ആ കൊച്ചം കൂടില്ലെന്നുള്ള കാര്യം അറിഞ്ഞേ. പിടിയിട്ടില്ലേ? അവിടുത്തെ പള്ളിയുടെ പെരുന്നാളും അവിടുത്തെ തമ്പീറിൻ്റെ ശബ്ദവും അവിടുത്തെ കൊരവയിടലും ആമേൻ സ്തോത്രം അവിടുത്തെ പരിപാടികളും എല്ലാം കണ്ട് പിന്നെ ഒത്തിരി നാളായിട്ട് നാത്തൂനെ കാണാതിരിക്കുകയായിരിക്കും, പെരുന്നാളിനായിരിക്കും കാണുന്നത്. ഇതെല്ലാം കണ്ടു വന്നപ്പോഴത്തേക്ക് കൂടെയുള്ള യേശു കൈവിട്ടു പോയെന്ന് മറിയ പോലും അറിഞ്ഞില്ല. ഇന്ന് പകൽ ഞാനൊരു ദൂത് പറയാം. നാം പരകാര്യങ്ങളിൽ ഇടപെട്ടിട്ട് നമ്മുടെ കൂടെയുള്ള യേശു കൈവിട്ടു പോകാൻ ഇടവരരുത്. അവൻ എൻ്റെ വലത്തു ഭാഗത്ത്, അവൻ എൻ്റെ ഹൃദയത്തിനകത്ത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന പോലെ കർത്താവ് നമ്മോടൊപ്പം ഉണ്ടാകണം. ആമേൻ, ആമേൻ. ഒന്ന് കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. സന്ധ്യ വരെ കരഞ്ഞു. ശ്രദ്ധിക്കണേ, സകലതും അക്കരെ കിടത്തിയിട്ട് കരഞ്ഞു. 32 ആമേൻ ദൂതനോട് പൊരുതി എന്ന് പറയുമ്പോൾ ഹോശേയ 12:4 അവൻ കരഞ്ഞപേക്ഷിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. കരഞ്ഞപേക്ഷിച്ചു. ദൂതനോടൊന്നും പൊരുതി ജയിക്കാനൊക്കത്തില്ല. ഒരു ദൂതൻ ഒറ്റ രാത്രി കൊണ്ട് 1,85,000 പേരെ കൊന്ന ദൂതന്. സ്തോത്രം. ആ ദൂതനോടൊന്നും പൊരുതി ജയിക്കാനൊക്കത്തില്ല. പക്ഷെ കരഞ്ഞപേക്ഷിച്ചു എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഞാൻ ആ 32 വായിച്ചു വരുമ്പോൾ
മൽപ്പിടുത്തം നടത്തിയെന്നുള്ളത് ശരിയാണ്, പക്ഷേ ജയിച്ചില്ല. അബാക്ക് എന്നൊരു മൂലപദമാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. തമ്മിൽ രണ്ടുപേര് സംഘട്ടനം നടത്തുമ്പോൾ പൊടിപടലങ്ങൾ ഉയരുന്നതിനെയാണ് അബാക്ക് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ദൂതനോട് ജയിക്കാനൊക്കത്തില്ല. അവൻ്റെ തൊടയുടെ തടം തൊട്ടപ്പോൾ ഉളുക്കി, പിന്നെ അവൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ആമേൻ. കരയാൻ കാരണം മുമ്പിൽ നിന്ന് അവനെ എതിരേൽക്കുന്ന ഏശാവിൻ്റെ ശക്തി. കരയാൻ കാരണം പിന്നിൽ നിന്ന് അവനെ പിന്തുടരുന്ന ലാബാന്റെ ശക്തി. ഹലോ, ഏശാവ് പണ്ട് ഹൃദയത്തിൽ പറഞ്ഞത്, അവൻ അപ്പൻ്റെ കാലശേഷം ഞാൻ അവനെ കൊല്ലുമെന്ന. ഈ വാർത്ത കേട്ടപ്പോൾ അമ്മ അവനെ പറഞ്ഞ് അമ്മാച്ചൻ്റെ വീട്ടിൽ വിട്ടതാ. ഹലോ, പഴയ വൈരാഗ്യം, ആ വാക്കുകൾ യാക്കോബിന്റെ ഹൃദയത്തിനകത്ത് കിടന്ന് അലയടിക്കുകയാ. ഹലോ, അത് മാത്രമല്ല, ലാബാനോട് പറയാതെ പോയത് കൊണ്ട് ഒരു പിന്തുടർച്ച അവൻ പ്രതീക്ഷിക്കുന്നുമുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം, ലാബാന്റെ ഹൃദയത്തെ തിരിക്കാൻ ദൈവത്തിന് കഴിവുണ്ട്. ഏശാവിന്റെ ഹൃദയത്തെ അനുകൂലമാക്കാൻ ദൈവത്തിന് കഴിയും. നിന്റെ പിന്നിൽ നിന്നും നിന്റെ മുന്നിൽ നിന്നും നിന്നെ ഞെരുക്കാൻ വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ ശക്തികൾ ഇന്ന് പകൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഉടഞ്ഞു മാറട്ടെ. നിന്റെ മുന്നോട്ടുള്ള ഗമനങ്ങൾ യേശുവിന്റെ നാമത്തിൽ സുഗമമായി മാറട്ടെ. കരങ്ങൾ എല്ലാവരും ഒരുപോലെ തട്ടി കർത്താവിന് മഹത്വം കൊടുതാണ്. മുന്നിൽ നിന്ന് നിന്നെ ഞെരുക്കുന്ന, മുന്നോട്ട് വിടാത്ത ശക്തികൾ, ആരാധന പിതൃ പാരമ്പര്യ ശക്തികൾ, പിതൃഭവനത്തിൽ നിന്നുള്ള സഹോദരങ്ങളിൽ നിന്നുള്ള ശക്തികൾ, അതിൻ്റെ അസൂയകൾ, അതിൻ്റെ പോരുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. രക്ഷകന, നീ ചെന്ന് കയറിയ വീട്ടിൽ നിന്ന് നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന വ്യാപാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. നീ വിട്ടുപോകുന്ന വീട്ടിൽ നിന്നും, നീ ചെന്ന് കയറിയ വീട്ടിൽ നിന്നും നിനക്കെതിരായി വ്യാപരിക്കുന്ന ശൈത്യങ്ങൾ പുല്ലാടൊരു വീട്ടിലെ ഒരു സഹോദരിയോട് ദൂത് പറയുകയാണ്, നീ ചെന്ന് കയറിയ ഭവനത്തിൽ നിന്നും, നീ വിട്ടുപോകുന്ന ഭവനത്തിൽ നിന്നും നിന്നെ ഞെരുക്കുന്ന ശക്തികളുണ്ട്. നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ മേൽ ഞാൻ നിനക്ക് ജയം തരും. യോഗം കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ സഹോദരി എന്നോട് പറയുകയാണ്, എൻ്റെ പാസ്റ്ററേ, എൻ്റെ കുഞ്ഞിന് ബിസ്ക്കറ്റ് വാങ്ങിക്കണമെങ്കിൽ പോലും ഞാൻ ഈ വീട്ടിൽ നിന്ന് അമ്മായിയപ്പൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കണം. പിടി കിട്ടുന്നുണ്ടോ? ഭർത്താവ് അയച്ചു കൊടുക്കുന്ന കാശ് അമ്മായിപ്പൻ്റെ കയ്യിലോട്ടാ, ഭാര്യയുടെ കയ്യിലോട്ട് പണമൊന്നും വരുന്നില്ല. അപ്പോൾ കുഞ്ഞിന് ബിസ്ക്കറ്റ് വാങ്ങിക്കണമെങ്കിൽ ഓരോ പ്രാവശ്യവും അമ്മായിപ്പൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങണം. പറഞ്ഞു വരുന്നതിന് അർത്ഥം മനസ്സിലായോ? സ്വാതന്ത്ര്യത്തോടെ നിനക്ക് ചിലത് കൈകാര്യം ചെയ്യാൻ അനുവാദമില്ലാതെ സാമ്പത്തികമായി ഞെരുക്കി വീടിനകത്ത് തന്നെ നരകം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന മാനുഷിക പൈശാചിക ശക്തികൾ അവൾ ചെന്ന് കയറിയ വീടിനകത്തുണ്ടായിരുന്നു. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. പോട്ടെ, നമുക്ക് അങ്ങനെ ഒത്തിരി ഭാനുക്കത്തില്ല. ഇവിടുത്തെ നമ്മുടെ ദൂത്, ഇസ്രായേൽ ജനം തോറ്റപ്പോൾ കരയാൻ പഠിച്ചു. കരയാൻ പഠിപ്പിക്കും ദൈവം, കരയാൻ പഠിപ്പിക്കും. തീർന്ന ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. യേശു മോഡലാണ്. ഉറച്ച നിലവിളിയോടെ അവൻ പ്രാർത്ഥിച്ചു. പൗലോസ് മോഡലാണ്. ആമേൻ. രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട്. ആമേൻ. അപ്പോസ്തലൻ പൗലോസ് അങ്ങനെയാ പറയുന്നത്. അപ്പോൾ യേശു കരഞ്ഞെങ്കിൽ, പൗലോസ് കരഞ്ഞെങ്കിൽ, യാക്കോബ് കരഞ്ഞെങ്കിൽ, മോശ കരഞ്ഞെങ്കിൽ, ഞാനും നിങ്ങളും ചില വിഷയങ്ങളുടെ മുമ്പിൽ കരഞ്ഞെങ്കിലേ വിടുതലുണ്ടാകും. അതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. താഴോട്ട് 24-ാം വാക്യം. ഇസ്രായേൽ മക്കൾ 2-ാം ദിവസവും ബെന്യാമീന്യരോട് അടുത്തു. ബെന്യാമീന്യർ 2-ാം ദിവസവും ഗിബയിൽ നിന്ന് അവരുടെ നേരെ പുറപ്പെട്ട് ഇസ്രായേൽ മക്കളിൽ പിന്നെയും 18,000 പേരെ സംഹരിച്ചു. ശ്രദ്ധിക്കണേ. അപ്പം കരഞ്ഞു കഴിഞ്ഞിട്ട് അവർ ദൈവത്തോട് ആലോചന ചോദിച്ചു, ഞങ്ങൾ ഇനിയും പോട്ടോ എന്ന് ചോദിച്ചു. ദൈവം പറഞ്ഞു, പോകാൻ പറഞ്ഞു.
പക്ഷെ സംഭവിച്ചത് രണ്ടാമതും തോറ്റു. അങ്ങനെ പറഞ്ഞാട്ടെ, രണ്ടാമതും തോറ്റു. സ്തോത്രം. ഹലോ, ദുബായിൽ 16 പ്രാവശ്യം ഡ്രൈവിങ്ങിന് തോറ്റവരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. രണ്ടാമതും തോറ്റു. ഹല്ലേലൂയ. നമ്മൾ 1 ശമൂവേൽ 4-ാം അധ്യായം 2-ാം വാക്യം 1ഉം 2ഉം വാക്യം അതിൻ്റെ 10ഉം വാക്യം വായിക്കുമ്പോൾ ശമൂവേലിൻ്റെ വചനം എല്ലാ ഇസ്രായേലിലും വന്നിട്ട് ഇസ്രായേൽ യുദ്ധത്തിന് പുറപ്പെട്ടു. ആമേൻ. ഫെലിസ്ത്യരോടടുത്തപ്പോൾ അവർ തോറ്റു. ഹലോ, 2-ാം വാക്യം നിങ്ങൾ നോക്കൂ, തോറ്റു. ആമേൻ. 10-ാം വാക്യം അതിൽ തന്നെ ഉണ്ട്. ഇസ്രായേൽ, ആമേൻ, സ്തോത്രം, തമ്മിലടുത്തു. ആമേൻ. അവിടെ സംഹാരം ഉണ്ടായി, അവർ വീണ്ടും തോറ്റു. ഇനി നിങ്ങൾ ചിന്തിക്കണം, പ്രവാചകനാരാ? ശമൂവേൽ. ശമൂവേലിന്റെ പ്രത്യേകത എന്താ? ദാൻ മുതൽ ബർശേബ വരെ വിശ്വസ്ത പ്രവാചകൻ. ആരുടെ? യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ, അതല്ലേ? അപ്പൊ ശമൂവേലിന് തെറ്റിയോ? ദൈവത്തിന് തെറ്റിയോ? തെറ്റിയോ? പറഞ്ഞേ. അല്ലേലും അങ്ങനെ ആരോ പണ്ടേ പറഞ്ഞായിരുന്നു, ആ പ്രവാചകൻ പറയുന്നതൊന്നും നടപ്പിലാകത്തില്ലെന്ന്. പിന്നെ ഞാനങ്ങ് പോയി പ്രാർത്ഥിച്ചതാ. സ്തോത്രം. തോറ്റുപോയത്, ജയിച്ചില്ല. ആമേൻ. ഹലോ, അങ്ങനെ പറയണ്ട. നല്ല പ്രവാചകനെ കൊണ്ടും ദൈവം ചിലപ്പോ നീ പോകാൻ പറയും, തോക്കും. അത് ദൈവത്തിന് അതിനകത്തൊരു പദ്ധതിയുണ്ട്. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇവിടെ തോറ്റത് കൊണ്ട് എന്ത് സംഭവിച്ചു? അനന്തര ഫലം. ഏലി ആസനത്തിൽ വീണ് ഒടിഞ്ഞു. ആസനത്തിൽ നിന്ന് കഴുത്തൊടിഞ്ഞ് മരിച്ചു. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹോഫനിയും ഫിനെഹാസും തകർന്നു. ഇസ്രായേൽ 30,000 പേര് വീണുപോയി. എല്ലാ വാക്യങ്ങളും നമ്മൾ പറയുന്നില്ല, ചരിത്രം അതാണ്. ഈ ദർശനം നഷ്ടപ്പെട്ടവനെ തീർക്കാൻ ദൈവം നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. സമയത്തിന് മുമ്പ് ദൈവത്തിന് ദഹനയാഗമായി സൗരഭ്യവാസനയായി മാറേണ്ട യാഗവസ്തുക്കൾ മുപ്പല്ല് കൊണ്ട് കുത്തി തിന്നുന്നവനെ തകർക്കാൻ ദൈവം നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുക. ഹലോ, യാതൊരു പ്രമാണവുമില്ലാതെ വചനത്തിനകത്ത് നിൽക്കാതെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന കുറെ എണ്ണത്തെ തകർക്കാൻ ദൈവം നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുക. അത് നടപ്പിലാകണമെങ്കിൽ ആമേൻ, ഇവർ തോറ്റേ മതിയാവും. മനസ്സിലാവുന്നുണ്ടോ? ഒന്നതാണ്, ഒരു കാര്യം അതാണ്. 2, പെട്ടകം പിടിച്ചു. പെട്ടകം നേരെ എങ്ങോട്ട് പോയെന്നറിയാമോ? ദാഗോന്റെ ക്ഷേത്രത്തിലേക്ക് പോയി. ക്ലൈമാക്സ് അതാണ്. ആമേൻ. പെട്ടകം ദാഗോന്റെ ക്ഷേത്രത്തിൽ പോയി. ഹലോ, പെട്ടകം അവിടെ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന പുള്ളിയെ 3ആയിട്ട് അടിച്ചങ്ങ് ഉടച്ചു. തോമാച്ചാൻ പോയി അടിച്ചുടച്ചെങ്കിൽ വിവരം അറിഞ്ഞേനെ. പാപ്പച്ചായനും ബിനുവും പോയി അടിച്ചുടച്ചെങ്കിൽ വിവരം അറിഞ്ഞേനെ. ഇത് നേരിട്ട് ദൈവം തമ്പുരാൻ അവൻ്റെ കേന്ദ്രത്തിൽ ചെന്നടിച്ചു. അതിനടിക്കാനാണ് നിന്നെ തോൽപ്പിച്ചത്. നാളുകളായി ദേശത്ത് വാഴുന്ന ചില ശക്തികൾ ഇനി നിലനിൽക്കാൻ പാടില്ലെന്ന് ദൈവം തീരുമാനിച്ചതുകൊണ്ട് അതിനെ നേരിട്ട് കൈകാര്യം ചെയ്യാനാണ് നിനക്കൊരു തോൽവി അനുവദിച്ചത്. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നാളുകളായി ദൈവസഭയ്ക്കെതിരെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില ദേശത്തിന്റെ ശക്തികൾ, പൈശാചിക മണ്ഡലങ്ങൾ, ദൈവസഭയുടെ വളർച്ചയ്ക്ക് വിരോധമായി, അതിന്റെ ഉയർച്ചയ്ക്ക് വിരോധമായി നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ദൈവം ഉടയ്ക്കും. ദൂതറ്റെടുത്ത് ആത്മാവിൽ ആരാധിച്ചേ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഹല്ലേലൂയ. മനസ്സിലാവുന്നു? അത് മാത്രമല്ല, അവിടെ അത് കൈകാര്യം ചെയ്തിട്ട് പിന്നെ ഈ പ്രഭുക്കന്മാർ കുറെ പേരുണ്ട്. ഗത്ത്, യക്രൂൻ, അവിടോട്ടല്ല ഈ പെട്ടകം പോയി എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ നാളുകളായി അടക്കി ഭരിച്ച് ചരട് വലിച്ചു നിൽക്കുന്ന ഫെലിസ്ത്യ പ്രഭുക്കന്മാരുണ്ട്. സ്തോത്രം.
ഗത്ത്, എക്രോൻ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഈയിടെ ഞാൻ അതിന് ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. സ്വതന്ത്രം ആ സ്ഥലങ്ങളിലേക്ക് പെട്ടകം പോയി. പിടിയിടുന്നുണ്ടോ? അവിടെ എല്ലാത്തിൻ്റെയും ആമേൻ ഒറ്റ ഭാഗം പറയാൻ അടിപ്പണി ദൈവം കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ഒരുത്തനും ചൊവ്വേ നേരെ ഒരു സീറ്റിലും ഉറച്ചിരിക്കാൻ പറ്റാതെ വണ്ണം മൂലക്കുരു അടിച്ചു തമ്പുരാൻ. മനസ്സിലാവുന്നുണ്ടോ? ആമേ ചെന്നിടത്തെല്ലാം ഭാരമായി പ്രായശ്ചിത്തം കഴിക്കേണ്ടി വന്നു പെട്ടകം നിമിത്തം. അത് കഴിഞ്ഞിട്ട് നേരെ ഈ പെട്ടകം ബത്ശേമിലേക്ക് പോയി. അവര് ഫെലിസ്തരല്ല, അവർ ഇസ്രായേൽ മക്കളാ. അവർ ഈ പെട്ടകത്തെ നോക്കുക കൊണ്ട് ആമേൻ 50,000 പേര് വീണെന്നു. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ എന്ന് പറഞ്ഞാൽ ബത്ശേമേശ്വരിയുടെ നോട്ടം ഒരു 1.5 നോട്ടമായിരുന്നു. അവരെങ്ങനെയാ നോക്കിയെന്നറിയാമോ? ഏതർത്ഥത്തിലാണ് നോക്കിയെന്നറിയാമോ? ഈ പെട്ടകമാടാ നമ്മുടെ ഏലി പുരോഹിതനെ തകർത്തെന്ന്, ഈ പെട്ടകമാടാ ഹുഫ്നിയെയും ബിനഹാസിനെയും തകർത്തെന്ന്, ഈ പെട്ടകമാടാ നമ്മുടെ പള്ളിയിലെ 30,000 പേരെ തകർത്തത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക അവന്മാർ. ഈ ദൈവത്തിൻ്റെ വലിപ്പം അവന്മാർ കണ്ടിട്ടില്ല. പ്രമാണം തകർത്ത് കളഞ്ഞപ്പോഴാ ദൈവം തകർത്തതെന്ന് ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഹലോ, ഇന്ന് പകൽ ഞാനും നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ദൈവം അനീതിക്ക് കൂട്ടുനിൽക്കത്തില്ല, ദൈവം അന്യായത്തിന് കൂട്ടുനിൽക്കത്തില്ല, ദൈവം പ്രമാണം വിട്ട ഒരു കാര്യത്തിനും കൂട്ടുനിൽക്കത്തില്ല. അത് അകത്ത് നിന്നായാലും പുറത്തു നിന്നായാലും ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ നന്മ ചെയ്തവന് നന്മയായും തിന്മ ചെയ്തവന് തിന്മയായും പോകും. അത് നമ്മൾ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹലോ, പിടികിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്ന ദൂതുകൾ? ഒന്ന് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടുത്തെ തോൽവി അവിടുത്തെ അന്യദൈവത്തെ അടിക്കാനാ രണ്ടാമത്തെ തോൽവി ദൈവം അനുവദിക്കുന്നത്. അപ്പം ചില വിഷയത്തിൽ രണ്ടാമതും ഒരു തോൽവി വരുമ്പോൾ, എന്നാൽ ഇനി ഞാൻ സഭായോഗത്തിന് പോകുന്നില്ല, എന്നാൽ ഇനി ഞാൻ കൂട്ടായ്മയ്ക്ക് പോകുന്നില്ല, ഇനി വെള്ളിയാഴ്ച പ്രാർത്ഥന വേണ്ട, തല കാണിച്ചിട്ടിഞ്ഞ് പോരാ എന്ന് പറഞ്ഞ് നീ പുറകോട്ട് പോകരുത്. രണ്ടാമത്തെ തോൽവിക്കകത്തും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആമേൻ. നിങ്ങളുടെ ചേർന്ന കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. അപ്പൊ രണ്ടാമത് പോയത് 18,000. 22ഉം 18ഉം ടോട്ടൽ എത്രയാണ്? 40,000 പോയി. എത്രയിൽ 40,000 പോയി? 4,40,000 പോയി. 4,40,000 പോയപ്പോൾ ദശാംശം പോയി. എന്ത് പോയി? ദശാംശം എന്ന് പറഞ്ഞപ്പോഴേ ചിലരുടെ മുഖം പാടി. നിങ്ങൾ ആരും അങ്ങനെ പാടത്തില്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. പാടരുത്. ആമേൻ. പാടരുത്. ദശാംശം പോയി. സ്തോത്രം. ദശാംശം പോകുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്നതാണ് നല്ലത്. പോയാൽ പിന്നെ അതും അതിൻ്റെ കൂടെയും ചിലപ്പോൾ ചിലവ് പോകും. പക്ഷെ കൊടുത്താൽ പിന്നെ അത് അനുഗ്രഹമായി മാറുകയും ചെയ്യും. ദൈവം വഴികൾ ഓരോന്നായിട്ട് ഓപ്പണാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഈ പുസ്തകം പറയുന്നത്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ, അടുത്ത വായന നിങ്ങൾക്ക് പറയാമോ? നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ, അറിയാവുന്നവർ പറഞ്ഞു, നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. അങ്ങനെയാ. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട സ്വർഗത്തിൽ പോകുന്ന പാസ്റ്റർ പറഞ്ഞതോ, മമ്മ അത് LKGയാ അച്ഛാ, അത് LKGയാ. LKGക്കാരന് BA-ക്കാരൻ്റെ സിലബസ് കൊടുക്കൂ? പറ. കൊടുക്കത്തില്ല. അത് രക്ഷിക്കപ്പെടാൻ പുസ്തകം വെച്ചിരിക്കുന്ന വചനം അതാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടയാൾ ഗ്രാജുവലി ആത്മീയമായി വളർന്നു കഴിയുമ്പോൾ, മോനെ വചനത്തിൻ്റെ വ്യവസ്ഥ ഇതാണ്, ദൈവം നിനക്ക് തരുന്നതിൻ്റെ 1/10, അത് പഴയ നിയമമാണ്, ഓഹരിയാണ് പുതിയ നിയമം, അത് കൊടുക്കണം എന്നുള്ളത് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. നമ്മൾ പഠിക്കണം. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. അപ്പം പരീശന്റെ നീതി എത്ര?
പരീശന്റെ നീതി എന്ന് പറയുന്നത് ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു. അല്ലെ, ചുങ്കക്കാരനും പരീശനും തമ്മിലുള്ള സംഭവമല്ലേ, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നെങ്കിൽ അത് എപ്പോഴൊക്കെ ആയിരിക്കും? വെള്ളിയാഴ്ച രാവിലെയും ഞായറാഴ്ച രാവിലെയും നമ്മൾ. അപ്പോൾ വെള്ളിയാഴ്ച രാവിലെയും ഞായറാഴ്ച രാവിലെയും നമ്മൾ ഉപവാസത്തോടെ വരുന്നെങ്കിൽ കറക്റ്റ് നമ്മൾ പരീശനാണ്. വിഷമമൊന്നുമില്ലല്ലോ, ഞാൻ വചനം വ്യാഖ്യാനിക്കുക. എന്നാൽ ബുധനാഴ്ചയും കൂടി ഉപവസിക്കുന്നെങ്കിൽ, ചൊവ്വാഴ്ചയും കൂടി ഉപവസിക്കുന്നെങ്കിൽ നമ്മൾ പരീശന്റെ നീതിയെ കവിഞ്ഞു. അങ്ങനെയുള്ളവരൊന്ന് കരമുയർത്തിയാട്ടെ. പരീശന്റെ നീതിയെ കവിയുന്നവര്. ഫുള്ള് ഉപവാസമല്ല, 1 നേരമെങ്കിലും 3 നേരമെങ്കിലും ആഴ്ചയിൽ ഉപവസിക്കാൻ കഴിയുന്നെങ്കിൽ പരീശന്റെ നീതിയെ കവിയുന്നു. 2 നേരമേ ഉള്ളെങ്കിൽ നിങ്ങൾ പരീശനാണ്. 1 നേരമേ ഉള്ളെങ്കിൽ പരീശനിലും താഴെയാണ്. വചനമാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത്. ഇനി നേടുന്നതിലൊക്കെ പതാരം കൊടുക്കുന്നു. നേടുന്നതിലൊക്കെ എന്ന് പറഞ്ഞാൽ, വേറൊരു ഭാഷ പറഞ്ഞാൽ, അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു എന്നുള്ള പ്രയോഗമാണ്. പുതിയ നിയമത്തിൽ നേടുന്നതിലൊക്കെയും. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ എന്ന് പറഞ്ഞാൽ 1000 യൂറോ നിങ്ങൾക്ക് കിട്ടിയാൽ 100 യൂറോ, ആമേൻ, ഇവിടെ പൗണ്ടാണല്ലോ, അത് ദൈവത്തിൻ്റെതാണ്. ആരുടേതാണ്? നമ്മൾ വചനം പഠിക്കുകയാണ്. നിങ്ങൾക്ക് അനുഗ്രഹം വേണ്ടേ? ദൈവത്തിൻ്റെതാണ്. അത് നിങ്ങൾ എടുത്തു വെച്ചാൽ നിങ്ങളെ വിളിക്കുന്ന പേര് കള്ളൻ എന്നാണ്, അല്ലെങ്കിൽ കള്ളി എന്നാണ്. വേദപുസ്തകമാണ് പറയുന്നത്. അത് മലാഖി പ്രവചനം 3-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അതവിടെയുണ്ട്. റോബർ എന്ന പദം ആണ് അവിടെ ഉപയോഗിക്കുന്നത്. സ്തോത്രൻ്റെ റെഫറൻസ് 12 ആണോ സംശയമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ നമ്മൾ മോഷ്ടാവല്ല, മോഷ്ടിക്കുന്നവരെ, 3:10, മോഷ്ടിക്കുന്നവരല്ല, നമ്മൾ ദൈവത്തിൻ്റെത് ദൈവത്തിന് കൊടുക്കുന്നവരാണ്. അല്ലേ? ഒന്ന് കരമേരി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരാണെങ്കിൽ, വിശുദ്ധരാണെങ്കിൽ, ആമേൻ, വിശ്വാസമുള്ളവരാണെങ്കിൽ, ഈ 3 പദമാണ് ഞാൻ പറയുന്നത്, ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓഹരി നിങ്ങൾ മാറ്റിയിരിക്കും. ചേർന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അവിടെ പറയുന്ന പ്രയോഗം, ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന്, അങ്ങനല്ലേ, സ്ഥലം പോരാതെ വരികയോളം പറഞ്ഞേ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ. അപ്പൊ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ വീടിനകത്ത് സ്ഥലം പോരാതെ വരികയോളം അനുഗ്രഹം താല്പര്യപ്പെടുന്നവരെന്ന് കരമുയർത്തിയാട്ടെ. ഹല്ലേലൂയ. ദാരിദ്ര്യമല്ല വീടിനകത്ത് വരേണ്ടത്, ആമേൻ, ശൂന്യതയല്ല വീടിനകത്ത് വരേണ്ടത്. ഉടപാര ജനാതക ക്ഷമന അനുഗ്രഹമാണ് വെളിപ്പെടേണ്ടത്, നന്മയാണ് വെളിപ്പെടേണ്ടത്, വിശാലതയാണ് വെളിപ്പെടേണ്ടത്. അതിനുള്ള മാർഗം മറ്റൊന്നുമല്ല. ദൈവം പറയുകയാണ്, ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലിടുവീൻ. ആമേൻ. സന്തോഷമില്ലേ? ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ചില ആളുകൾക്ക് കാശ് കൈ കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാൻ പാടാ. ഞാൻ പുല്ലാട് ഭാഗത്തൊരിടത്താ, സ്തോത്രം, ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ നാളെ പോകണം, പിറ്റേന്ന് പോകണം. കർത്താവ് എന്നെ കാണിക്കുകയാണ്. അവൾ ഇരുനിറവാണ്, കണ്ണാടി വെച്ചിട്ടുണ്ട്. ഇരുനിറവും കണ്ണാടി ഉള്ളവരാരും വിഷമിക്കരുത്. പൊക്കക്കുറവാണ്, സ്തോത്രം. നിന്നെ കൊണ്ട് അവൾ പ്രാർത്ഥിപ്പിക്കും. അവൾ 500 രൂപയുടെ ഒരു നോട്ട് നിനക്ക് തരും. അവിടെ അലമാരിക്കകത്ത് നോട്ട് കെട്ടുകൾ ആവശ്യത്തിനിരിപ്പുണ്ട്, സ്തോത്രം. ഇതാണ് വെളിപ്പാട്. അപ്പം ഞാൻ രാവിലെ പോയി വീട്ടിൽ ചെന്നപ്പോൾ ക്ലിയർ വെളിപ്പാടാണ്. ഇരുനിറം, കണ്ണാടി വെച്ചിട്ടുണ്ട്, നീളക്കുറവാണ്, സ്തോത്രം. പ്രാർത്ഥിക്കാൻ വിളിച്ചെന്തിനാണെന്നറിയാമോ? ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റാനാണ് വിളിച്ചേക്കുന്നത്, സ്തോത്രം. ഇയാളുടെ മദ്യപാനം മാറാത്ത എന്താണെന്നറിയാമോ? കാശെല്ലാം എവിടാ കൈകാര്യം ചെയ്യുന്നത്? 5 പൈസ ഈ ഭർത്താവിൻ്റെ കൈ കൊടുക്കുകയില്ല. ഇവിടെ കിട്ടിയോ? അപ്പം അതേ നാണയത്തിലാണ് പാസ്റ്ററേയും വിളിച്ചിരിക്കുന്നത്. പെട്രോളടിക്കാൻ തികയത്തില്ല. അത് ഇവിടെ ഇടുന്നുണ്ടോ? ഞാൻ സ്തോത്രവും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോരുന്നു, അവൻ്റെ കൂടി മാറുമോ? നിങ്ങൾ പറ. മാറുകയില്ല.
കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കകത്തൊരു ന്യായമുണ്ടായിരിക്കണം, അതിനകത്തൊരു നീതി ഉണ്ടായിരിക്കണം. വാ തുറന്ന് സ്തോത്രം പറഞ്ഞാടെ ശക്തിയോടെ, പോരാ പോരാ ശക്തിയോടെ. പണ്ട് ഞങ്ങൾ ഈ ദാരിദ്ര്യത്തിൽ സുവിശേഷ വേല ചെയ്യുന്ന ടൈമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു വകയും കയ്യിലില്ലാതെ കല്യാണമൊക്കെ കഴിഞ്ഞ് സ്തോത്രം പിന്നെ ഇങ്ങനെ പുതുതായിട്ട് ജീവിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ദാരിദ്ര്യം അറിഞ്ഞും കൊണ്ട് ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരാൾ പരിചയപ്പെടുത്തി ഞങ്ങൾ അവിടെ പോയി. 2 ദിവസം പോയി. അന്നൊരു ബജാജ് സ്കൂട്ടറായിരുന്നു. സ്തോത്രം. 2 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ അച്ചായന് 50 രൂപ തന്നു. എൻ്റെ പെട്രോൾ അതിനേക്കാളും കൂടുതൽ പോയി. അവസാനം അവൻ ഫ്യൂരിഡാൻ അടിച്ച് മരിച്ചു. പെന്തക്കോസ്തുകാരനാ, കുരിടാൻ എന്നൊക്കെ പറയത്തില്ലേ, ഒറിജിനൽ ഫ്യൂരിഡാന അടിച്ച് മരിച്ചു. അപ്പോൾ എന്നാ സംഭവം എന്നറിയാമോ? ഭാര്യ നിഷ്കളങ്കയാണ്. അവൾ വിദേശത്ത് ഒരു സാധാരണ ജോലിക്കൊക്കെ പോയിട്ട് വന്നതാ. പണം ഇയാളുടെ കൊടുക്കും. ഇയാളെന്ത് ചെയ്യത്തില്ല, 2 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പോകുമ്പോൾ 50 രൂപ തന്നതിനകത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടാവും? ചോദിക്കാൻ നോക്കൂ. ഇടോ ഇയാൾ 50 എന്നുള്ളൂ, ബാക്കി ഇവിടെ തരാൻ പറയാൻ പറ്റൂ? ഒക്കത്തില്ല. ഞങ്ങൾ കിട്ടുന്ന ഉത്തരം പറഞ്ഞുകൊണ്ട് പോകും, കൂടിയാലും കുറഞ്ഞാലും. കാരണം വേല ദൈവത്തിൻ്റെയാണ്. അപ്പം അതിനകത്ത് എന്തില്ല? പറ, ന്യായമില്ല. അവിടെ എന്തായി മാറി? ഗുണത്തിന് പകരം ദോഷമായി മാറി. കരങ്ങളൊന്ന് തട്ടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവത്തിൻ്റെ വചനപ്രകാരം ഞാനും നിങ്ങളെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭാഗം ക്ലിയറാണോ എന്ന് ആഴമായൊന്ന് പരിശോധിക്കാം. ആമേ. സാമ്പത്തിക മണ്ഡലത്തിൽ നമ്മൾ വിശ്വസ്തരാണോ? ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ നമ്മൾ വിശ്വസ്തരാണോ? നമ്മുടെ നാവ് സംസാരത്തിൽ നമ്മൾ വിശ്വസ്തരാണോ? കൊടുക്ക വാങ്ങലുകളിൽ നമ്മൾ വിശ്വസ്തരാണോ? സഭയോടുള്ള ബന്ധത്തിൽ, പേരൻസിനോടുള്ള ബന്ധത്തിൽ, ദൈവദാസന്മാരോടുള്ള ബന്ധത്തിൽ, രക്തബന്ധങ്ങളോടുള്ള ബന്ധത്തിൽ, ആമേ, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോടുള്ള ബന്ധത്തിൽ, ആമേൻ, ഇന്നലകളിൽ നിങ്ങളെ സഹായിച്ചവരോടുള്ള ബന്ധത്തിൽ വിശ്വസ്തരാണോ എന്ന് പരിശോധിക്കാം. ഇല്ലെങ്കിൽ ഒരു ക്രമം വരുത്താൻ ഏൽപ്പിച്ചു കൊടുക്കണം. ആമേൻ. ഞാൻ 2 പേർക്ക് കുറച്ച് പൈസ അയച്ചു കൊടുത്തു. മൂന്നാമതൊരു 10,000 രൂപ കൊടുക്കാൻ വേണ്ടി അക്കൗണ്ട് അദ്ദേഹത്തിന് ഇത് വാങ്ങിച്ചിരിക്കുകയാണ് ഇവിടെ വന്നതിന് ശേഷം. കാരണം ഞാൻ സുഹൃത്താഴ്ച നിങ്ങളുടെ ഇന്ന് വാങ്ങിച്ചു വെച്ച് ഞാൻ തന്നെ കഴിക്കാനുള്ളതല്ല. ഇത് അർഹതപ്പെട്ടവർക്ക് ഇത് എത്താനുള്ളതാ. ഒന്നുകൂടെ ചേർന്ന് വാദനും സോദരം പറഞ്ഞാട്ടെ. കര ഒന്ന് തട്ടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇടകര അകം നോക്കുന്ന, ഹൃദയം നോക്കുന്ന ദൈവം നമ്മുടെ നടുവിലുണ്ട്. ചേട്ടാ, ഞാൻ വേറൊരു ഉദ്ദേശത്തിലും ചുതിരൊഴിക്കുകയല്ല. നിങ്ങൾ വിശ്വസ്തരായിരിക്കണം, വിശുദ്ധരായിരിക്കണം. ദൈവം അത് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, എനിക്കുള്ള വസ്തുവും കൂടെ വിറ്റിട്ടാണ് ഞാൻ സുവിശേഷ വില ചെയ്തേക്കുന്നത്. അതുകൊണ്ട് എനിക്കത് പറയാൻ പ്രാഗൽഭ്യമുണ്ട്. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, 14 ടോട്ടൽ 40,000 നഷ്ടപ്പെട്ടു. ശ്രദ്ധിച്ചാട്ടെ. ഒരു സ്ത്രീയുടെ കേസേ ഉള്ളായിരുന്നു. 40,000 പോണോ? യുദ്ധത്തിന് പോകാതിരുന്നാൽ പോരായിരുന്നു. ഇതൊക്കെ പിന്നീടാണ് ആലോചിക്കുന്നത്. എടുത്തിയാടരുത് ഒന്നിനും. പിടികിട്ടുന്നുണ്ടോ? എടുത്തിയാടരുത്, എടുത്തിയാടരുത്. സംയമനം പാലിക്കണം, ദീർഘക്ഷമ വേണം. ആമേ. ചിലത് സഹിക്കാനുള്ള കൃപ വേണം. എടുത്തു ചാടിയാൽ നഷ്ടങ്ങൾ വലുതാണ്. ആമേൻ. അടുത്തൊരു പ്രയോഗം നോക്കി. അവർ എല്ലാവരും യോദ്ധാക്കളായിരുന്നു. അല്ലേ? ഓൾ ദീസ് വെയർ മെൻ ഓഫ് വാർ. അവരെല്ലാം യോദ്ധാക്കളായിരുന്നു. ആരുടെ കാര്യമാ പറയുന്നത്? നിങ്ങളുടെ സന്തോഷമൊക്കെ പോയെന്ന് തോന്നുന്നു ശാംശത്തി കാര്യം. ആരുടെ കാര്യം അവൾ പറയുന്നത്? ഇസ്രായേലിയരുടെ കാര്യമാണ്. അവരെല്ലാം യോദ്ധാക്കളായിരുന്നു. ബെന്യാമിന്യരുടെ കാര്യം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? മറന്നോ? അവരെല്ലാവരും, അതൊക്കെ വേണം, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അവരെല്ലാവരും ഒരു രോമത്തിന് ഏറുപിഴയ്ക്കാത്ത കവിണക്കാരായിരുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് അവരെല്ലാവരും പറഞ്ഞു യോദ്ധാക്കളായിരുന്നു. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. എന്ന് പറഞ്ഞാൽ യോദ്ധാവെന്ന വാക്കിന് മലയാള പദത്തിൽ യോധനൻ എന്നർത്ഥമാണ്. യോധനൻ, ഇംഗ്ലീഷിൽ വാരിയേഴ്സ്.
സോൾജിയേഴ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ സകല അഭ്യാസവും തികഞ്ഞ ഇന്ത്യൻ ആർമിയെപ്പോലെ, അമേരിക്കൻ ആർമിയെപ്പോലെ, ഇസ്രായേൽ ആർമിയെപ്പോലെ യോദ്ധാവാണ്. ആമീൻ. യോദ്ധാക്കളാണ് ഈ തോറ്റുപോയത്. ഇവിടെ ഇടുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ദൈവം തോൽപ്പിച്ച യോദ്ധാക്കൾ തോക്കും. ദൈവം തോൽപ്പിച്ചാൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും തോക്കും. ദൈവം തോൽപ്പിച്ചാൽ ന്യായമുണ്ടെങ്കിലും തോക്കും. ഹലോ, ചേർന്ന കർത്താവിനെ സ്തുതിച്ചേ. അടുത്ത വാക്യം 26. അപ്പോൾ ഇസ്രായേൽ മക്കളൊക്കെ സർവ്വജനവും കയറി പറഞ്ഞേ ബഥേലിലേക്ക് ചെന്നു. ഹൗസ് ഓഫ് ഗോഡ്, ബഥേൽ. അല്ലേ? നല്ല അർത്ഥങ്ങളാ വേദപുസ്തകത്തിലെ വാക്കുകൾക്ക്. ബേത്സൂർ പാറയുടെ ഭവനം, ബഥാന്യ സംഗീതത്തിന്റെ ഭവനം, ബേത്ലഹേം അപ്പത്തിന്റെ ഭവനം, ബേത് ഹാരോൻ സ്വാതന്ത്ര്യത്തിന്റെ ഭവനം, ബത്ഷിത്ത മുള്ളിന്റെ ഭവനം. അപ്പം ബഥേലിലേക്കാണ് വന്നിരിക്കുന്നത്. ഹൗസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഭവനത്തിലേക്കാണ് ഇവർ വന്നിരിക്കുന്നത്. ബഥേലിൻ്റെ പ്രത്യേകത, യാക്കോബ് സ്വപ്നം കണ്ട സ്ഥലം സമം ദൈവം ഇറങ്ങി വന്ന് യാക്കോബിനോട് സംസാരിച്ച സ്ഥലം. ബഥേലിൻ്റെ പ്രത്യേകത, അബ്രഹാം ഹായ്ക്കും ബഥേലിനും ഇടയിൽ യാഗപീഠം പണിതാരാധിച്ചു. പിതാക്കന്മാർ ദൈവത്തെ ആരാധിച്ച സ്ഥലം. ബഥേലിൻ്റെ പ്രത്യേകത, യോശിയാവ് ആമേൻ യൊരോബെയാം ഉണ്ടാക്കിയ കാളക്കുട്ടിയെ നീക്കിക്കളഞ്ഞ സ്ഥലം ബഥേൽ. അപ്പോൾ വരണ്ട സ്ഥലത്ത് വരണം, ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്ത് വരണം. ആമേൻ. ഇന്ന് പകൽ ആർക്കാണോ വിടുതൽ വേണ്ടത്, ആരാണോ തോറ്റതുപോലെയുള്ളത്, ആർക്കാണോ ഒരു ജയം വേണ്ടത്, ഒരു ദൈവപ്രവൃത്തി വേണ്ടത്, വീട്ടിലിരിക്കരുത്, ദൈവസന്നിധിയിൽ വരണം. ദൈവം വരുന്നിടത്ത് വരണം. ഒരു ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി ഉണ്ട്. ദൈവം നിന്നെ പരാജയപ്പെടുത്തി ജീവിതം എന്നും ഒരുപോലെ തകർത്ത് കളയുന്നവനല്ല. ഒന്നോ രണ്ടോ തോറ്റാലും മൂന്നാമതൊരു വിടുതലിന് നീ വരേണ്ട സ്ഥലത്ത് വരാനിടയാകണം. ആമേൻ. അവർ ബഥേലിലേക്ക് വന്നു. അടുത്തത്, അവിടെ യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട്, അത് നമ്മൾ വ്യാഖ്യാനിച്ചു. അടുത്തത് സന്ധ്യ വരെ ഉപവസിച്ചു. അപ്പോൾ ഒന്നാമത്തെ തോൽവിയിൽ കരയാൻ പഠിച്ചെങ്കിൽ രണ്ടാമത്തെ തോൽവിയിൽ ഉപവാസം പഠിച്ചു. എന്ത് പഠിച്ചു? ഉപവാസം. ചില ഉപവാസം ഒന്ന് എഴുതി കാണിച്ചാൽ മതി, ഒരു സ്ഥലം വിടും. 20, 21 വരെ 40 ഞാൻ ഇരുന്നിട്ടുള്ളത് നിങ്ങളോട് പറഞ്ഞെന്നാ എൻ്റെ ഓർമ്മ. 7ൻ്റെയും 3ൻ്റെയും കണക്കില്ല. അപ്പോൾ ഉപവാസം എന്താണെന്ന് എനിക്കറിയാം. 100 കണക്കിന് അഭിഷിക്തന്മാർ ആ 21കളിലും 40ലും ഒക്കെ വന്ന് ശുശ്രൂഷിച്ചു പോയിട്ടുണ്ട്. ആമേൻ. ഹലോ, അത് ഫുള്ളാണ് കേട്ടോ ഇരുന്നത്. ഭാഗ്യമായിട്ടിരുന്നതുകൊണ്ട് ചിലത്. സ്തോത്രം. ഉപവാസം ഗ്രീക്ക് പദം നിഷ്ഠയ, ഇബ്രായ പദം ടുസും. അതിൻ്റെ അർത്ഥം അല്പകാലത്തേക്കോ അധിക കാലത്തേക്കോ നിശേഷമായോ നിശ്ചിത ക്രമത്തിലോ ആഹാരം വർജിക്കുന്നതാണ് ഉപവാസം. അല്പകാലത്തേക്കോ അധിക കാലത്തേക്കോ നിശേഷമായോ നിശ്ചിത ക്രമത്തിലോ ആഹാരം വർജിക്കുന്നതാണ് ഉപവാസം. നിർവചനം അതാണ്, ഡെഫിനിഷൻ അതാണ്. ആമേൻ. അല്പകാലവും അധികകാലവും എന്ന് പറയുമ്പോൾ നെഹമ്യാവിൻ്റെ ഉപവാസം അധികകാലമാണ്. നെഹമ്യാവ് എത്ര കാലമാണ് ഉപവസിച്ചതെന്ന് പറയാമോ? നിങ്ങളിൽ നിന്നും കൂടെ ഞാൻ കേൾക്കട്ടെ. നെഹമ്യാവിൻ്റെ ഉപവാസം 5 മാസമാണ്. 5 മാസം. കിസ്ലേവ് മാസം മുതൽ നീസാൻ മാസം വരെ, ഡിസംബർ മാസം മുതൽ ഏപ്രിൽ മാസം വരെ. അത് ഫുള്ളല്ല, ഇടവിട്ടിടവിട്ടുള്ള ഉപവാസമാണ്. എന്തിനാണെന്നറിയാമോ? വീട്ടിലെ സ്തോത്രം വിഷയത്തിന് പരിഹാരമല്ല, ആലയത്തിൻ്റെ വിഷയത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി. ആമേൻ. ദാനിയേലിന്റെ ഉപവാസം നിശ്ചിത ക്രമത്തിലാ, വെജിറ്റേറിയൻ കഴിച്ചുകൊണ്ടാണ്. ആമേൻ. യേശു ഉപവസിച്ചത് നിശേഷമായാണ്. ഏലിയ ഉപവസിച്ചത്, മോശ ഉപവസിച്ചത് നിശേഷമായിട്ടാണ്. എസ്തേർ ഉപവസിച്ചത് നിശേഷമായിട്ടാണ്. ഞാൻ ഇവൻ്റെ ബാല്യക്കാർത്തികളും രാവും പകലും വെള്ളം കുടിക്കാതെ ഉപവസിക്കും. നമ്മുടെ ഉപവാസം എങ്ങനെയുണ്ട്? ഉപവാസം പോസ്റ്ററിലാണ്,
ഉപവാസം ബാനറിലാണ്, ഉപവാസം ഫ്ലെക്സിലാണ്, ഉപവാസം ജീവിതത്തിലുണ്ടോ? ഇല്ലെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ ഇനി ഇന്ന് നാളെ ഉള്ളൂ, ഇനി ഞായറാഴ്ച ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടെങ്കിലും തീരുമാനിച്ചു. അതിനകത്തൊരു വിടുതലുണ്ട്. ഉപവസിച്ച് പ്രാർത്ഥിച്ച അനേകരുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഡ്യൂട്ടിക്ക് പോകുന്നവരുണ്ട്. ആമേൻ ചിലപ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. എങ്കിലും ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ഇതിനകത്ത് ഭാഗവാക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം ഒഴിവാക്കുന്നില്ല. ഒരു നേരമാണെങ്കിലും, ഒരു ദിവസമാണെങ്കിലും, 3 ദിവസമാണെങ്കിലും, 7 ദിവസമാണെങ്കിലും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ഉപവാസവും പ്രാർത്ഥനയും വൃഥാവാകത്തില്ല. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതല്, ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങുകയാണ്. നീ വിശ്വസിച്ച് ആത്മാവിൽ ആരാധിച്ചു. പ്രാർത്ഥനയാലും ഉപവാസത്താലും ഈ ജാതി നീങ്ങിപ്പോകത്തില്ലെന്ന് പറഞ്ഞ വചനത്തിന്റെ ആഴം യേശുവാണ് പറഞ്ഞതെങ്കിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും ചിലത് നീങ്ങിപ്പോകും. ആമേൻ. അപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഏതായുധം പരാജയപ്പെട്ടാലും പരാജയപ്പെടാത്ത ആയുധം ഉപവാസവും പ്രാർത്ഥനയുമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഏതായുധവും പരാജയപ്പെടാം. പണം പരാജയപ്പെടാം. അക്ഷരികമായി ഉണ്ടാക്കുന്ന വടിവാള് പരാജയപ്പെടാം. ഹലോ, ഉന്നമുള്ള തോക്ക് AK-47 പരാജയപ്പെടാം. ആമേൻ. അവൻഗാർഡോ ബാലിസ്റ്റിക് മിസൈലോ പരാജയപ്പെടാം. പക്ഷേ ഞാനും നീയും ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പരാജയമാകത്തില്ല. ലക്ഷ്യം കണ്ടു മടങ്ങാനിടയാകും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചിലർ വ്യക്തിപരമായി ലക്ഷ്യം വെച്ച്, സഭാപരമായി ലക്ഷ്യം വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിൻ്റെ കരം അനുകൂലമായി ചലിക്കാൻ പോകുന്നതിനാൽ വിശ്വാസമുള്ളവർ കരങ്ങൾ തട്ടി ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ അവർ കരഞ്ഞു, ഉപവസിച്ചു. അടുത്തത് യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങൾ അർപ്പിച്ചു. സമാധാനയാഗങ്ങളും എന്നല്ലേ. ഹോമയാഗത്തിന്റെ പ്രത്യേകത വാലും തോലും ഒഴിച്ച് ബാക്കിയെല്ലാം ദൈവത്തിനാണ്. എന്തൊക്കെ? വാലും തോലും ഒഴിച്ച് ബാക്കിയെല്ലാം ദൈവത്തിനാണ്. ചിലർ വാലും തോലും ദൈവത്തിന് കൊടുക്കും, മറ്റേത് മൊത്തം അവരങ്ങെടുക്കും. വിഷമിക്കരുത്. ഞാൻ ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് മൂർച്ച ഇതുവരെയും കൂട്ടിയിട്ടില്ല. അത് നിങ്ങൾക്കറിയാമോ? ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് മൂർച്ച വന്നിട്ടില്ല. ഇതൊരു 40 നിൽക്കുന്ന ലെവലേ ഉള്ളൂ. സ്തോത്രം. വാലും തോലും ഒഴികെ എല്ലാം ദൈവത്തിനുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ്. ഇന്ന് പകൽ ചില വിടുതലിന് നമ്മൾ അതുപോലെ വില കൊടുത്തേ മതിയാവും. ഉടകാരകന ചില തലമുറയുടെ കുഴഞ്ഞ വിഷയത്തിന്, ഉടകാരകഥന ചില ജോലിയുടെ കുഴഞ്ഞ വിഷയത്തിന്, ഉടകാരകസ്ഥന ചില രാജ്യത്തെ വിരോധമായ നിയമത്തിന്, ബന്ധനം വദനമൗട വാലകം പരമ്പര പൗടാന നമ്മൾ വില കൊടുത്തേ മതിയാകും. ആമേ. മൗനമായിരുന്നിട്ട് കാര്യമില്ല. ഹലോ, ശക്തിയോടെ വില കൊടുത്ത് ചില പ്രാർത്ഥനകൾ അതിൻ്റെ ക്രമത്തിൽ ഉയർത്തിയാൽ ആമേൻ തരത്തില്ലെന്ന് പറയുന്നത്, തടഞ്ഞു വെക്കുന്നത്, ബന്ധിച്ചു വെച്ചത്, ഒതുക്കി വെച്ചത്, ആഭിചാരം ചെയ്തത്, മന്ത്രവാദം ചെയ്തത്, നേർച്ച കാഴ്ചകള്, കുടിയിരിപ്പ് ശക്തികള്, നിനക്ക് വിരോധമായി എഴുതിയത്, നിനക്ക് വിരോധമായി പറഞ്ഞത്, നിനക്ക് വിരോധമായി പടച്ചത് എല്ലാം യേശുവിന്റെ നാമത്തിൽ അവൻ അഴിഞ്ഞു മാറും. വിശ്വസിച്ച് വാതിർന്ന് സ്വത്രം പറഞ്ഞ് എല്ലാവരും ഒരുപോലെ കരങ്ങളടിച്ച് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ബല 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 ഒന്ന് ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ,
ഹല്ലേലൂയ. അപ്പോ കരച്ചിൽ പൂർണ്ണമായി. ഉപവാസം ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. യാഗം ദൈവം അംഗീകരിച്ചു. ദൈവം പറയാണ്, നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിലേൽപ്പിക്കും. 35 വാക്യം വായിച്ച്, വാക്യം 35 വേഗത്തിൽ നമുക്ക് പോവാം. മൂന്നാമത്തെ യുദ്ധത്തിൽ യഹോവ ബെന്യാമീന്യരെ ഇസ്രായേലിന്റെ മുൻപിൽ തോൽക്കുമാറാക്കി. അപ്പൊ ഇന്നലെ വരെ ജയിച്ചു നിന്നവൻ ഇന്ന് തോറ്റു. ഇന്നലെ വരെ തോറ്റു നിന്നവൻ ഇന്ന് ജയിച്ചു. അപ്പൊ എൻ്റെ ചോദ്യം, ജയവും തോൽവിയും ആരുടെ കയ്യിലാ? ഉറച്ചു പറഞ്ഞു, നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലാ. ഇന്നലെ വരെ തോറ്റു നിന്ന ചിലത് ജയിക്കാൻ പോകുകയാ. ഇന്നലെ വരെ പരാജയപ്പെട്ട് നിന്നത് ചിലത് ജയിക്കാൻ പോകുകയാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇടപാരകന, ഇന്നലെ വരെ തല കുനിച്ച് നിന്ന നിന്റെ തല ഉയർത്താൻ പോകുകയാ. ഇന്നലെ വരെ വിരോധമായി നിന്ന ഇടപെടാ ചില വ്യക്തികൾ നീങ്ങാൻ പോകുകയാ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മൗനമായിരിക്കരുത്. ഒരുപോലെ ദൂതകൾ ആത്മാവിൽ ഏറ്റെടുത്തോളെ. ഇടപരകക്ഷകന് നിന്റെ പരാജയത്തെ വിജയമാക്കാൻ പോകുകയാ. നിന്റെ തകർച്ചയെ ദൈവം ഒന്നിപ്പിക്കാൻ പോകുകയാ. ഇടപരകക്ഷകന് നിന്റെ ശൂന്യതകളെ ദൈവം മാറ്റി ഒരു നിറവ് തരാൻ പോകുകയാ. ഇടപാരത അടഞ്ഞ മണ്ഡലങ്ങളിൽ ആ വിശാലത വെളിപ്പെട്ടു വരാൻ പോകുകയാ. ഉടം ബലകം ബലകം ബദിരം ബദലം ബൗഡം വൈടകവാദം വേദകരം ബലം പണ്ടവൻ അന്തവനം ഉണ്ടപരച്ച പഠിച്ചവന ഹൈബാരാബാരികമാന ഉടബാരാബാരീവാന ഉടബല കണ്ട കടച്ചവന ഹൈബല പട്ടു കടച്ചവന ഊബൽ പൗടകരവന. ജയം 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 ജയം. ദ നെയിം ഓഫ് ജീസസ്. ജയം ജയം ജയം. ജോലിയിൽ ജയം, ജോലിയിൽ ജയം, രോഗത്തിന്റെ മേൽ ജയം, പഠനത്തിനകത്ത് ജയം, യേശുവിന്റെ നാമത്തിൽ കുടുംബജീവിതത്തിൽ ജയം. ജയം വെളിപ്പെട്ടു വരട്ടെ. ആമേൻ. അപ്പൊ നമ്മളിനി ആ കണക്കിലേക്ക് പോവുകയാണ്. അവര് ഇസ്രായേൽ മക്കൾ ബെന്യാമീന്യരിൽ കുറച്ച് വായിച്ചു. 25,100 പേരെ സംഹരിച്ചു. അവർ എല്ലാവരും. അപ്പൊ 26,700-ൽ 25,100 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 1,600. ഇപ്പൊ ബെന്യാമീന്യർ എത്ര പേരേ ഉള്ളൂ? കുറച്ച് പറഞ്ഞേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അന്യായം ചെയ്തവന്റെ മൂട് മൊത്തത്തിൽ ദൈവം പറിച്ചു. ഹലോ, ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ദൈവമേ, ഞാൻ നീതിക്ക് വേണ്ടി നിന്നിട്ട്, ന്യായത്തിന് വേണ്ടി നിന്നിട്ട്, ദൈവത്തെ സേവിച്ചിട്ട്, എൻ്റെ ഭാഗത്ത് ദോഷമില്ലാഞ്ഞിട്ട് അവനെ വാഴാൻ നീ അനുവദിച്ചതെന്താ? എന്താ ആ വിഷയത്തിൽ നീ ഇടപെടാത്തത്? അവനെ തൊടാത്തതെന്താ? നമ്മുടെ ചോദ്യമതാ. പക്ഷെ സമയം വരുമ്പോൾ അവൻ നേരോട് വിധിക്കുന്ന ദൈവമാ. മേലാൽ അവൻ നിന്നോട് അന്യായം ചെയ്യാതിരിക്കാൻ, അവന്റെ മൂട് എന്നേക്കുമായി പറിക്കാൻ ആമേൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. സ്തോത്രം. 80,40,00,000 രൂപ കൊടുത്ത് ഹാമാൻ 102 ഫീറ്റുള്ള കഴുകുമരം അടിച്ച് പരത്തി മുനച്ച് നാട്ടി. ആരും കാണത്തില്ലെന്ന് അവൻ വിചാരിച്ചെങ്കിലും ഉയരത്തെ അഗ്നിജ്വാലക്കൊത്ത കണ്ണിന് സർവഭൂമിയിലും ഊടാടിച്ചെല്ലുന്ന കണ്ണുള്ളവനത് കാണാമായിരുന്നു. ഹലോ, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയെ, നിനക്ക് ആ കഴുകുമരം കാണാൻ കഴിയുന്നില്ലെങ്കിലും പ്രാർത്ഥന കേൾക്കുന്ന ഞാനത് കാണുന്നുണ്ട്. നീ ഉപവസിക്കുന്നെങ്കിലും ഞാനത് കാണുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇവിടെ നാം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില കഴുകുമരങ്ങളിൽ പാര വെച്ചവൻ തന്നെ തീരാൻ പോകുകയാ. ദോഷം ചെയ്തവൻ തന്നെ പറയാൻ പോകുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ഭാഗത്ത് വിടുതൽ നടക്കുമ്പോൾ മറുഭാഗത്ത് ചില ന്യായവിധികൾ നടക്കും. യേശുവിന്റെ നാമത്തിൽ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. അപ്പോ ഇവിടെ പറയുന്ന പ്രയോഗം അവരെല്ലാവരും ആയുധപാണികൾ ആയിരുന്നു. ഞാൻ പെട്ടെന്ന് നിർത്താം കേട്ടോ. ഓൾ ദീസ് ഡ്രൂ ദ സോഡ്. ഇവിടെ വാള് പിടിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. പണ്ടവരുടെ ആയുധം എന്തുമായിരുന്നു? ബെന്യാമീന്യരുടെ ആയുധം
കവിണയും കല്ലും. അപ്പം മൂന്നാമത്തെ യുദ്ധത്തിൽ വന്നപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ഹേമ, ഇനി നമ്മൾ പഴയ കല്ലും കവിണയും കൊണ്ട് പോയാൽ കാര്യം നടക്കത്തില്ല, വാള് തന്നെ കൊണ്ടുപോകണമെന്ന്. അവൻ പുത്തൻ വാൾ 26,000 വാങ്ങിച്ചു. സ്വത്രം 26,700 വാൾ ഓർഡർ കൊടുത്ത് വാങ്ങിച്ചു. മൂർച്ച കൂട്ടി അവൻ കൊണ്ടുവന്നിരിക്കുക മൂന്നാമത് നിനക്കിട്ട് പണിയാൻ. അവൻ എത്ര ആയുധം മാറ്റിപ്പിടിച്ചാലും ദൈവത്തിൻ്റെ വാളിനോളം വരത്തില്ല. ശത്രു ആയുധം എത്ര മാറ്റിപ്പിടിച്ചാലും, പുതിയ കയറ് ഫെലിസ്ത്യൻ ശിംശോനെ നിനക്കെതിരെ കൊണ്ടുവന്നാലും, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഉണ്ടല്ലോ, ആ പുതിയതിനെ കരിക്കാൻ മതിയായതാ. പുതിയ വാളിനെ തകർക്കാൻ, പുതിയ കയറിനെ കരിക്കാൻ മതിയായതാണ്. അപ്പൊ ശത്രു ആയുധം മാറ്റിപ്പിടിച്ചു, പക്ഷേ തോറ്റു. അടുത്തൊരു പ്രയോഗം കൂടെ പറഞ്ഞിട്ട് നിർത്തുന്നു, 46-ാം വാക്യം. അങ്ങനെ ബെന്യാമീന്യർ ആകെ 25,000 ആയുധപാണികൾ അന്ന് പട്ടുപോയി. അത് മറ്റേ കണക്കിനകത്ത് വരുന്ന കണക്കാ. അവർ എല്ലാവരും പരാക്രമശാലികൾ തന്നെ. ഓൾ ദീസ് വെർ മെൻ ഓഫ് വാലർ. അവരാരാണ്? പറഞ്ഞു, പരാക്രമശാലി. അപ്പൊ ബെന്യാമീന്യരെ കുറിച്ച് 3 പദങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, വാചകങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അവർ ഒരു രോമത്തിനേറ് പിഴയ്ക്കാത്ത കവിണക്കാർ. 2, അവർ ആയുധപാണികൾ. 3, പറഞ്ഞു, അവർ പരാക്രമശാലി. എന്ന് പറഞ്ഞാൽ അന്യായം ചെയ്യുന്നവൻ അഹങ്കാരത്തോടെ ചെയ്യുമ്പോൾ അവൻ എന്തെല്ലാം ക്വാളിറ്റി ഉണ്ടെങ്കിലും, ശ്രദ്ധിച്ചോ, ദൈവം നീതിയുള്ളവനായതുകൊണ്ട് മേലാൽ അവൻ അഹങ്കാരം കാണിക്കാതിരിക്കാൻ ദൈവം അവൻ്റെ മൂട് പറിക്കുക. ആമേൻ. അപ്പോൾ തന്നെ നമ്മൾ യോദ്ധാവെന്നും പറഞ്ഞുകൊണ്ട്, എനിക്കൊത്തിരി കഴിവുണ്ട് കൃപയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കണ്ട. ഞാൻ ജയം തന്നെങ്കിലേ നിനക്ക് ജയമുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഒരു വാചകം കൂടെ പറയാം. ബെന്യാമീന്യർക്കിനി ആരും സ്ത്രീകളെ കൊടുക്കരുതെന്ന് ഒരു നിയമം വന്നു. 21-ാമത്തെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഒരു സ്ത്രീയുടെ വിഷയം മറ്റ് സ്ത്രീയുടെ വിഷയത്തിൽ തന്നെ ചെന്നവസാനിച്ചു. ഏത് വിഷയത്തിൽ ദോഷം ചെയ്തോ അതേ വിഷയത്തിൽ ദോഷം കയറി വരിക. ഇതാണ് നീതി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പണത്തിലാണ് നമ്മൾ ദ്രോഹം ചെയ്തതെങ്കിൽ പണത്തിൽ തന്നെ ആയിരിക്കും അത് വരുന്നത്. വാക്കിലാണ് വരുന്നതെങ്കിൽ വാക്കിലത് വരും. ഹലോ, വസ്തുവിലാണ് വന്നതെങ്കിൽ വസ്തുവിലത് വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതം വളരെ ക്ലിയർ ആയിരിക്കണം. ദൈവം ജീവിക്കുന്ന വലിപ്പമുള്ള അത്യുന്നതനായ ദൈവമാ. തോൽവിയും ജയവും നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളില്. ഇന്ന് രാത്രിയിൽ ഇന്ന് പകലൊന്ന് സമർപ്പിച്ചാട്ടെ. ചില തോൽവികളുടെ നടുവിൽ നിരാശപ്പെട്ടെല്ലാം അവസാനിപ്പിച്ച് ഇനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കാനാണോ? അല്ല, ദൈവം അനുവദിച്ച ചില തോൽവികളാണ്. ഇതെൻ്റെ അവസാനമല്ല, അതിനപ്പുറത്തൊരു ജയമുണ്ട്. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, എൻ്റെ ഭാഗത്ത് അരുളപ്പാടുണ്ട്, എൻ്റെ ഭാഗത്ത് ആൾബലമുണ്ട്. ആമേൻ. എങ്കിലും ഞാൻ തോറ്റു, പക്ഷേ അതെന്നേക്കുമുള്ള തോൽവിയല്ല, അതിനപ്പുറത്തൊരു ജയം എൻ്റെ ദൈവം എനിക്ക് വെച്ചിട്ടുണ്ട്. ഇനി മേലാൽ ആ ശത്രു എന്നോട് പോരാടാതിരിക്കാൻ, എന്നേക്കുമായി അവനെ തകർക്കാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ എൻ്റെ പരാജയമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാം. എൻ്റെ ഈ തോൽവിയെ ജയമാക്കി മാറ്റും. ഒരു നിമിഷം ഒന്ന് കരങ്ങൾ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താൽ യേശുവിൻ്റെ അധികാരമുള്ള നാമം.